റിട്ടേൺസ് ഓഫ് ദ ഡേ നടിപ്പിൻ നായകൻ സൂര്യ. ഹായ് ഗൈസ്, സൂര്യയുടെ 50ാം പിറന്നാളായെന്ന് RG ബാലാജി എഴുതി സംവിധാനം ചെയ്ത് സൂര്യയുടെ നെക്സ്റ്റ് പടമാണ് കറുപ്പ്. അതിന്റെ ഒഫീഷ്യൽ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അതിനു മുന്നേ തൊട്ട് മുന്നത്തെ ഒരു വീഡിയോയില് ആഷിഖ് അലി ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറി കിടക്കുന്നത്. ഗൈസ്, ഡെലിവറി ശേഷം എനിക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മേൽ ഇങ്ങനെ ഓരോ അസുഖങ്ങളുണ്ട്. ഇപ്പൊ ഇതൊരു തലയൂട്ടിലും പ്രശ്നമായിട്ട് ഞാനിവിടെ ട്രീറ്റ്മെന്റിന് വന്നിട്ടാണ്. ഞാൻ ഇടക്കിടക്ക് വരുന്നൊരു സ്ഥലമാണ് ഇത്. ഇത്രയും അടിപൊളി ഒരു ടീസറും നിങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കുന്നു വെച്ചിട്ടാണ് ഓടി വന്നത്. ടീസറിന്റെ തമ്പനയിലൊക്കെ കാണുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. സൂര്യ എന്നുള്ള നടൻ എന്ന് പറയുന്നത് അഭിനയത്തിൽ അടിപൊളിയാണ്. കണ്ണുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നടനാണ്. കാണാൻ കിട്ടില്ല ലുക്കാണ്. ഡാൻസ് പൊളിയാണ്. സ്റ്റണ്ട് സീനുകൾ എല്ലാം ഹെവിയാണ്. എന്ന് വെച്ചാൽ ആസ് എൻ ആക്ടർ ഒരു ഫുൾ പാക്കേജ് ആണ് സൂര്യ. പക്ഷെ പുള്ളിക്കാരന്റെ കുറച്ച് കാലഘട്ടമായിട്ട് നല്ല പടങ്ങളൊന്നും കിട്ടുന്നില്ല. സ്ക്രിപ്റ്റും ഡയറക്ഷനും തീരെ ശരിയാവില്ല. അങ്ങനെ പടം മൊത്തം മോശമാവും. പുള്ളിക്കാരുടെ എഫേർട്ട് എവിടെ റീച്ച് ആവാതെ പോകുന്നു. നല്ല പടങ്ങൾ കിട്ടാതെ പോകുന്നു. കങ്കു ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു അതൊരു വമ്പ പടമായിരിക്കുന്നു. അവിടുത്തെ കാസ്റ്റ് സണ്ണി ഡിയോൾ, സൂര്യ, പിന്നെ ശിവയുടെ ഡയറക്ഷൻ എപ്പോഴും ക്ലിക്കാവാറില്ലെങ്കിലും ക്ലിക്കായ പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അത് പ്രതീക്ഷിച്ചു, അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് റെട്രോയിൽ ഉറപ്പിച്ച് പ്രതീക്ഷിച്ചു. കാരണം എല്ലാ ടീച്ചറും ട്രെയിലറും എല്ലാം കിട്ടില്ലായിരുന്നു. അതും എവിടെ എത്തിയില്ല. പുള്ളിക്കാരന്റെ തിരിച്ചു വരവ് ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റായി കിടക്കുമെന്ന്. എന്തായാലും കറുപ്പൂന്ന സിനിമയിലൂടെ എങ്കിലും തിരിച്ചു വരുമോ നമുക്ക് നോക്കാം. നമുക്ക് നേരെ ടീച്ചറിലോട്ട് വാ. കർപ്പൂരം കാട്ടി കണ്ണിൽ ഒത്തിക്കുന്ന സാന്തമാണ് സാമിയില്ല. പണസാറെ വേണ്ടിട്ട് മുളകരച്ച ഉടനെ ന്യായം കൊടുക്കുന്ന മുരടിത്തനമാണ് സാമി. சரவணன், எனக்கு இன்னொரு பேர் இருக்கு. பாய், இது நம்ம டைம். செம்ம அடி அடிக்க போறேன். தம்பி, சூப்பரா இருக்குடா. பேபி டாடி இஸ் ஹோம். എന്നാ ടീച്ചറാണ് സ്റ്റൈല് പറഞ്ഞ സ്റ്റൈല്. 4-5 ലുക്ക് ഉണ്ട്. മുണ്ടെടുത്തിട്ടും വക്കീൽ കോട്ട് ഇട്ടിട്ടും അല്ലാതെ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് ബ്ലാക്ക് ഇട്ടിട്ട് ഹെവി ലുക്ക് ആയിട്ടുണ്ട്. സൂര്യയുടെ മുഖത്തെ ഒരു ഹാപ്പിനെസ് സംഭവങ്ങളെല്ലാം ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഒരു പുള്ളിക്കാരുടെ ചിരിയൊക്കെ എവിടെയോ നമ്മൾ പണ്ട് കണ്ട നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമയിലോ ചിരി, ആ റൊമാൻറ്റിക് മുഖഭാവം, ആ ആക്ഷൻ സീനുകളിലെല്ലാം പൊളിച്ചിട്ടുണ്ട്. ഹെവി ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ടീസർ. വെറുതെ പറയുന്നല്ല, ഓരോ സൂര്യനെ കാണിക്കുന്ന സീനും സൂര്യ വൻ ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. തിരിച്ചു വരെ ഇതിൽ ഉറപ്പായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. സൂര്യ 45 എന്നായിരുന്നു ഇതിന്റെ ഇനീഷ്യൽ പേര്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ കറുപ്പ് എന്നുള്ള പേരിലോട്ട് എത്തി. തൃഷയാണ് ഫീമെയിൽ ലീഡിൽ വരുന്നത്. സായി അഭ്യങ്കർ ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ടീസറിൽ പൊളിച്ചിട്ടുണ്ട് സ്കോർ. ആ ഒരു മാസ് ഫെസ്റ്റീവ് ഫീലിംഗ് ഒക്കെ തരുന്നുണ്ട്. അത് കിട്ടലാക്കിയിട്ടുണ്ട്. പക്ഷെ മ്യൂസിക് കുറച്ചൊരു ഓവർ ദ ടോപ്പായി നിൽക്കുന്നത് തോന്നി. കുറച്ച് ലൗഡായിട്ട് തോന്നി. എന്നുവെച്ചാൽ സീനിനും ഡയലോഗിനും അതിനേക്കാളും ഹൈ ആയിട്ട് തോന്നി എനിക്ക് മ്യൂസിക്. ഇപ്പൊ അനിരുദ്ധൊക്കെ ഇങ്ങനത്തെ ഒരു പടത്തിന് മ്യൂസിക് ചെയ്യുമ്പോൾ ഹെവി ആയിരിക്കും, മാസ് ആയിരിക്കും, ഫെസ്റ്റീവ് ആയിരിക്കും, എല്ലാം അടിപൊളിയായി കൊടുക്കും. എന്നാൽ അതൊരു ലൗഡ് അല്ലാതെ ചെയ്യും. അതിങ്ങനെ സിനിമയായിട്ട് ബ്ലെൻഡ് ചെയ്ത് സ്റ്റോറിയായി ബ്ലെൻഡ് ചെയ്ത് പോകും. സായി അഭ്യങ്കറിന്റെ ഈ മ്യൂസിക് സ്കോർ രസമുണ്ട്. പക്ഷെ കുറച്ച് ലൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. അറിയില്ല, സിനിമയിൽ എത്തുമ്പോൾ അത് കറക്റ്റായി മിക്സ് ആവുമായിരിക്കും. പിന്നെ ടീച്ചറിൽ തന്നെ സൂര്യയുടെ ചില ആക്ഷൻ, സൂര്യ വത്തൊക്കെ കഴിക്കുമ്പോൾ ആ സിനിമയായിട്ട് തന്നെ കഴിക്കുന്ന ആ സീനൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പഴയ സിനിമയിലത്തെ സീനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ ഒരു ചിരി, എല്ലാത്തിനും ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു തിരിച്ചു വരവിന്റെ ഒരുക്കം തോന്നുന്നുണ്ട്. ഒരു
ഹെവി ആയിരിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പുള്ളിക്കാരൻ മാക്സിമം എഫോർട്ട് ഇടാറുണ്ട്. അത് കഴിഞ്ഞ 2 പടത്തിലും തോന്നിയിട്ടുണ്ട്. സ്റ്റോറിയും സ്ക്രിപ്റ്റും ഡയറക്ഷൻ കാരണം പടം എവിടെ എത്താതിരിക്കുന്നതാണ്. സൂര്യയുടെ സിനിമകളിൽ ഇപ്പം വരുന്നൊരു പാറ്റേൺ എന്ന് വെച്ചാൽ മുജ്ജന്മമായിട്ട് പറയാ, ഈ ജന്മം പറയാ, അതിന്റെ പഴയ എന്തൊക്കെയോ സ്റ്റോറി പറയാ, ആ ഒരു ട്രാക്ക് പിടിക്കുക. ആ ഒരു സംഭവം 7ാം അറിവ് തൊട്ടാ തുടങ്ങിയത്. മുജ്ജന്മം, ഇപ്പോഴത്തെ ജന്മം, അവരിങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എന്തൊക്കെയോ കഥകളൊക്കെ ആക്കി എന്താ പറയാ, ഒരു അവില് പരിവാക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ റീസെന്റ് ആയി വന്ന പടത്തിലെല്ലാം ഉണ്ട്. അങ്ങനെ ഒന്നും ചെയ്യാൻ ഫ്രഷായ ഒരു കഥ വെച്ച് ഇപ്പോഴത്തെ കാലം കാണിച്ചാൽ മതി. ആ കാലഘട്ടത്തിൽ സൂര്യയെ കാണാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ആഗ്രഹമുണ്ട്. അത് പോരുന്നില്ല, അതിങ്ങോട്ട് കിട്ടുന്നില്ല. മുജ്ജന്മം, പഴയ കുറെ എന്തൊക്കെയോ വിശ്വാസങ്ങളൊക്കെ ആയി കണക്ട് ചെയ്ത് എന്തൊക്കെയോ സ്റ്റോറിയൊക്കെ കെട്ടിപ്പണഞ്ഞ് കിടന്ന് ഒരുമാതിരി ആക്കുമെന്ന്. അങ്ങനെ ആവാതിരിക്കണം ഈ പടം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ പഴയ സ്റ്റോറിയൊന്നും നമുക്ക് വേണ്ട. ഇപ്പൊ ഉള്ള സ്റ്റോറി നന്നായിട്ട് അവതരിപ്പിച്ചാൽ തന്നെ മതി. അങ്ങനെ ഒരു സിനിമ വന്നിട്ട് എത്ര കാലമായി സൂര്യയുടെ? ഈ ഒരു ടീസറിൽ അടിപൊളി ലുക്കായിട്ടുണ്ട്. ആ ഹെയർ സ്റ്റൈല്, മുഖത്തെ ആ ലുക്ക്, സ്റ്റൈല്, സ്വാഗ് ഒക്കെ ഹെവി ആക്കിയിട്ടുണ്ട്. കറുപ്പ് ഇട്ടിട്ടില്ല എന്റെ ലുക്ക്, വെള്ള ഡ്രസ്സ് ഫുൾ ഇട്ടതിന്റെ ലുക്ക്, പിന്നെ വക്കീൽ കോട്ടിൽ എല്ലാത്തിലും സൂര്യയുടെ ലുക്ക്, നടത്തം എല്ലാം ഹെവി ഹെവി ഹെവി. ഒരു പഴയ ഒരു സൂര്യയെ കണ്ട ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഒരു ചിരിയിലും ആ എക്സ്പ്രഷനിലെല്ലാം ഒരു ഹാപ്പിനെസ്, കോൺഫിഡൻസ് എല്ലാം ഉണ്ട്. പുള്ളിക്കാരൻ തിരിച്ചു വരാൻ വേണ്ടി 110% എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ ഈ എന്താ പറയാ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഇത് കാണാതെ പോകുന്നുണ്ട്. ഒരു ബാങ്ക് റീ എൻട്രിക്കുള്ള ഒരു മനുഷ്യനാണ്, ഒരു നടനാണ് സൂര്യ. ഒരു ഹെവി മാസ് തിരിച്ചുവരവ് സൂര്യനെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പടമായി മാറട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് മെയ് ജൂലൈ ടൈമിൽ ഇറങ്ങാമെന്ന പടമാണ്. എന്തായാലും ഓഗസ്റ്റിലാണ് ഇറങ്ങാൻ സാധ്യത. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു പടത്തിന്റെ റിലീസിനായിട്ട്. നിങ്ങൾ ഈ ടീസർ കണ്ടോ? നിങ്ങൾക്ക് ഈ ടീസർ ഇഷ്ടപ്പെട്ടുവാ? ഇത് എങ്ങനെയുണ്ടാവും? ഇത് അടിപൊളി ഒരു പടമായി മാറും, അല്ല നമ്മളെ തൊട്ട് മുന്നേ ഇറങ്ങിയ പടങ്ങളെ പോലെ ഫ്ലോപ്പായി പോകും? സൂര്യയുടെ തിരിച്ചുവരവ് ഇതിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചും ടീസറിനെ കുറിച്ചും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറന്നുപോയിക്കൂടെ? അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂയോ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ ആയി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.